എന്തോ മനസ്സിൽ വെച്ച് പറയുന്ന പോലെ ഇവിടെ പറയാൻ വയ്യ. ഇവിടെ നിന്ന് അങ്ങ് പോയി തമിഴ്നാട്ടിൽ ചെന്ന് മലയാളത്തിൽ ഇരുന്ന് പറയുന്നു. ഹായ് ഗൈസ്, ഐ എം മിച്ചു. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. തമിഴ് ഓഡിയൻസ് മോസ്റ്റ് അണ്ടർ റേറ്റഡ് ഓഡിയൻസ് ആയിട്ടാണ് എനിക്ക് കഴിഞ്ഞ കുറച്ച് വീഡിയോസ് ചെയ്തതിൽ നിന്നും മനസ്സിലായത്. കാരണം അവർ മലയാള സിനിമയ്ക്ക് കൊടുക്കുന്ന അംഗീകാരവും മലയാള സിനിമയെ ഏത് രീതിയിലാണ് അവർ വിലയിരുത്തുന്നതെന്ന് ബേസ് ചെയ്ത് തന്നെ. കാരണം അവരുടെ ടേസ്റ്റ് ഓഫ് ഹിറ്റ് മൂവീസ് എന്ന് പറയുന്നത് നമ്മളിൽ നിന്നും വളരെയധികം ഡിഫറൻസ് ആണ്. ഈവൻ മലയാളികൾക്കിടയിൽ ഒരു നല്ല സിനിമ അത്യാവശ്യം ഹിറ്റായിട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ അത് തമിഴ്നാട്ടിൽ നിന്നും വലിയൊരു സ്വീകാര്യത കിട്ടണമെന്നൊന്നുമില്ല. അതിപ്പോൾ കഴിഞ്ഞ അവസാനം ഇറങ്ങിയ മാർക്കോയുടെ തമിഴ്നാട് സൈഡിൽ നിന്നുള്ള റെസ്പോൺസ് കേട്ട് കഴിഞ്ഞാൽ തന്നെ അറിയാം. ബിക്കോസ് അവർ പറയുന്നത് വെറും കത്തി സണ്ട മാത്രമാണെന്ന്. അവർ ഇതുവരെ അതുമാതിരി ഒരു കത്തി സണ്ട പാക്കലേന്ന്. അപ്പോൾ കത്തി സണ്ട എന്ന് പറയുന്നത് തമിഴ്നാട്ടുകാരിൽ നിന്നാണ് മലയാളികളായിട്ടുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും. പിന്നെ നമ്മളിതൊന്നും ആരോടും പറയാനൊന്നും പോകണ്ട. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ലാലേട്ടന്റെ സംവിധാനത്തിൽ കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടി ഇറക്കിയിട്ടുള്ള ബറു സിനിമ റിലീസാവുന്നത്. അത് തമിഴ്നാട്ടിലും റിലീസായിട്ടുണ്ട്. ഓക്കെ, ഒബ്വിയസ്ലി ലാലേട്ടൻ സിനിമ തമിഴ്നാട്ടിൽ വരുമ്പോഴത്തേക്കിന് ഫ്ലോപ്പ് മൂവി താനേ അല്ലേ? ഈ ഒരു റിവ്യൂ കാണുന്നവർക്കും അല്ലെങ്കിൽ ഈ മലയാളത്തിൽ നിന്നും വന്നിട്ടുള്ള ഈ ഒരു സിനിമയുടെ പ്രതികരണം കേട്ടവർക്കെല്ലാം അറിയാം ഇത് ഏത് രീതിയിലായിരിക്കും തമിഴ്നാട്ടുകാർ ഇതിനെ വളച്ചൊടിക്കാൻ പോകുന്നതെന്നുള്ളൊരു കാര്യം. പക്ഷെ എൻ്റെ പ്രതീക്ഷയെല്ലാം അസ്ഥാനത്തായിപ്പോയി. പ്രതീക്ഷയെല്ലാം അങ്ങ് തെറ്റി, അങ്ങ് ട്വിസ്റ്റ് അടിച്ചു പോയൊരു നിമിഷമായിപ്പോയി. കാരണം അവരെല്ലാം പറയുന്നത് സിനിമ കൊള്ളാമെന്ന്. പക്ഷെ ആ സിനിമ കൊള്ളാമെന്ന് പറയുന്നതിനകത്ത് ചിലതിനകത്ത് എന്തോ ഹിഡൻ അജണ്ട വെച്ച് പറയുന്നത് പോലെയൊക്കെ തോന്നുന്നുണ്ട്. എന്തൊക്കെയോ പൈസ കൊടുത്തിട്ടൊക്കെ പറയിപ്പിക്കുന്ന പോലെയൊക്കെ എവിടേക്കോ അങ്ങനെയൊക്കെയോ എവിടേക്കോ ഒരു ടച്ചൊക്കെ വരുന്നു. പക്ഷെ അതൊന്നും നമ്മൾ ആരോടും പുറത്ത് പോയി പറയാൻ നിൽക്കണ്ട. നമുക്കുള്ളിലുള്ള സംശയങ്ങളാണല്ലോ, ആ സംശയങ്ങൾ മാത്രം ഇങ്ങനെ ചെറുതായിട്ട് ഇട്ടെന്ന് പറയാം. അപ്പോൾ അത് ഏതൊക്കെയാണെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കാം. പിന്നെ ഈ ഒരു സിനിമയെ സംബന്ധിച്ച് ഇതിന്റെ റിവ്യൂ പറയുമ്പോഴത്തേക്കിനും കൂടുതലും കൊച്ചു കുട്ടികളെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ഈ ചോദിക്കുന്ന വ്യക്തികൾ ചോദിക്കുന്നത്. അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം ഞാൻ ഇത്രയും നാളും സിനിമ ഇങ്ങനെ പുറത്തു നിന്നൊരു റിവ്യൂ ഓഡിയൻസിൻ്റെ അടുത്ത് നിന്ന് ചോദിക്കുമ്പോഴത്തേക്കിന് അതിനകത്ത് ഒരു 18 വയസ്സിലോ അല്ലെങ്കിൽ ഒരു പറയുന്ന ഒരു 15 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഫോക്കസ് ചെയ്ത് ചോദിക്കുന്നതൊക്കെ വളരെ കുറവാണ്, വളരെയധികം കുറവാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കിന് അവർക്ക് വലിയ രീതിയിൽ ആസ്വദിക്കാനും നല്ല രീതിയിൽ ആനന്ദിക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും അതിന് കൃത്യമായ കുട്ടികളുടെ അഭിപ്രായം എന്താണ്, അവർ ഈ സിനിമ ആസ്വദിച്ചോ എന്നുള്ളതിനുള്ള ഒരു മറുപടി എല്ലാം എന്തായാലും കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. ഏത് തരത്തിലാണ് തമിഴ്നാട് ഓഡിയൻസ് ബറൂസ് എന്ന് പറയുന്ന മൂവി സ്വീകരിച്ചിരിക്കുന്നത്? சூப்பர் என்டர்டைன்மெண்ட் ஃபிலிம். கிட்ஸ்லாம் ரொம்ப என்ஜாய் பண்ணாங்க. 3D விஷுவல்ஸ் எல்லாமே சூப்பராக பண்ணியிருக்காங்க. என்ஜாய்ட். കണ്ടാ കുത്തിസണ്ട്, വാള്, ഇടി തുടങ്ങിയ സംഭവങ്ങൾ മാത്രം കണ്ട് വളർന്ന് അല്ലെങ്കിൽ ആ ഒരു ലെവൽ ഓഫ് തോട്ടിലുള്ള സിനിമകൾ മാത്രം കണ്ടവർക്ക് അത് ഇഷ്ടപ്പെട്ടു. സിനിമ സൂപ്പറാണ്, 3D കിടലമാണ് അല്ലേ? എല്ലാ സാധനങ്ങളും നമ്മുടെ അടുത്തോട്ട് വന്ന് പോകുന്നു. விஷுவலாக எடுத்துட்டு போயிருக்காங்க. 3D போட்டு பார்க்கும்போது நல்லா இருந்துச்சு. ഓക്കെ, അവർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ അത്രേ ഉള്ളൂ. മലയാളികളെ സംബന്ധിച്ച് ഈ ഒരു സിനിമ വലുതായിട്ട് കണക്ട് ആയിട്ടില്ല എന്നാണ് ഒരു വിഭാഗം ഒരു ഓഡിയൻസിന്റെ റെസ്പോൺസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അതിനകത്ത് ഞാൻ ഓക്കെ അടുത്ത വീഡിയോയിലേക്ക്, അതായത് അടുത്തൊരു വോയിസിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ ഒരു ലാലേട്ടന്റെ മൂവിയെ കുറിച്ചുള്ള ഡീഗ്രേഡിങ് എന്ന് പറയുന്നത് അതിനകത്തൊരു 70% സിനിമ കാണാത്ത ആൾക്കാരാണ്. കാരണം ആ സിനിമയുടെ ബുക്കിംഗ് റേഷ്യോ എങ്ങനെയാണെന്ന് ബുക്ക് മൈ ഷോയിൽ നോക്കിക്കഴിഞ്ഞാലും ആ സിനിമയെക്കുറിച്ച് നെഗറ്റീവ് കമന്റ് ഏതൊക്കെ പ്ലാറ്റ്ഫോമിൽ ഏതൊക്കെ രീതിയിലാണ് ഇടുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം. ഇതൊക്കെ സിനിമ കാണാതെ വല്ലവനും പറയുന്നതും കേട്ടോണ്ട് ചാടി തുള്ളിക്കിടന്ന് പറയുന്നതല്ലാതെ ഈ സിനിമ കണ്ടിട്ട് ഒരു ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം രേഖപ്പെടുത്തി ഒരു സിനിമയെ ഡീഗ്രേഡ് ചെയ്യുന്നതല്ല. ഓക്കെ, അപ്പൊ ബാക്കി കണ്ടോക്കാം. എന്തോ മനസ്സിൽ വെച്ച് പറയുന്ന പോലെ ഇവിടെ പറയാൻ വയ്യ. ഇവിടെ നിന്ന് അങ്ങ് പോയി തമിഴ്നാട്ടിൽ ചെന്ന് മലയാളത്തിൽ ഇരുന്ന് പറയുന്നു. എന്തിനാണ് അവർക്ക് പറയുന്നത്? തമിഴിലങ്ങ് പറഞ്ഞു കൂടാ. അപ്പൊ കാണുന്നവർക്ക് മനസ്സിലാവുമല്ലോ തമിഴന്മാരാണേ, തമിഴന്മാർ നല്ലോണം പറയുന്നതെന്ന്. ഇത് ഇവിടെയും പോയി ഇവിടത്തുള്ളവരെ നാളും കരുതി അവിടെ പോയി അവന്മാരെ ചിരിപ്പിച്ചു. അവന് എന്തോ വിഷമമുണ്ട് കേട്ടോ. അവൻ സത്യമായിട്ട് വിഷമമുണ്ട്. അവൻ തന്നെ എല്ലാം പറയുന്നു. സൂപ്പറാർക്ക് കിടിലമാർക്കും. എന്നിട്ട് അവൻ തന്നെ അങ്ങോട്ട് തിരിഞ്ഞിട്ട് അവന്റെ മുഖവും മാറുന്നുണ്ട്. എന്തോ ലാലേട്ടന്റെ ഏതോ കടുത്ത ആരാധകനിൽ നിന്നുണ്ടായ ഒരു നിർവികാരമായിട്ടുള്ള പ്രകടനമായിട്ട് എനിക്ക് ഇതിനെ കാണാൻ സാധിക്കും. നല്ല മൂവി, മസ്റ്റ് വാച്ച് മൂവി. ഇത് പാക്കണോ? ரொம்ப മോശപ്പെടോന്ന് പറഞ്ഞിട്ട് പോലും അതിനെ പറയാനായിട്ട് ആ പയ്യൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ ആലോചിച്ച് നോക്കി, അവൻ ലാലേട്ടൻ ഒരു ഡൈഹാർഡ് ആരാധകനായിരിക്കും. അതുകൊണ്ടായിരിക്കും ലാലേട്ടന്റെ സിനിമയെ കുറിച്ച് ലാലേട്ടനെ കുറിച്ച് നെഗറ്റീവ് അവന്റെ മുന്നിൽ വെച്ച് ആരും പറയുന്നത് ഇഷ്ടപ്പെടാത്തൊരു പയ്യന. വെൽ ഡൺ ബോയ്, വെൽ ഡൺ. നീ കൊള്ളാം. നിന്നെ പോലുള്ളവരാണ് ഈ സിനിമ വിജയിപ്പിക്കേണ്ടത്. ஸ்டோரி நல்லா இருக்கு. கிளைமாக்ஸ் சூப்பர். டைரக்ஷன் நல்லா இருக்கு. ക്ലൈമാക്സ് സൂപ്പറാ, കൊള്ളായിരിക്കില്ലേ? സിനിമ കണ്ടോ? എന്താ മൊത്തം சூப்பரா சில்ட்ரன்ஸ்லாம் பார்க்கலாம், சூப்பரா இருந்துச்சு. எல்லாமே ஓகே. நாங்கள் 3Dல பார்த்தோம். குழந்தைங்க அழைச்சிட்டு பார்க்கலாம், சூப்பரா இருக்கு மூவி. 3Dയിൽ பார்த்தത് നല്ലതായിരുന്നു. കുഴന്തകളെ അഴിച്ചിട്ട് വന്നപ്പോഴത്തേന് അഴിച്ചോണ്ട് വരാൻ കുഴന്തകൾ പശുവൊന്നും അല്ലല്ലോ. കൊണ്ടുവന്നപ്പോഴത്തേന് കുഴന്തകൾ നല്ലതായിരുന്നു എന്ന് പറയുന്നത്. അപ്പൊ കുഴന്തകൾക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് ഈ കുഴന്തകളുടെ അമ്മ പറയുന്നത്.
டூ எண்டு வரையுமே சூப்பரா இருந்துச்சு. சூப்பரா இருந்துச்சு, நாங்க என்ஜாய் பண்ணோம். ഈ സംഭവം അതാണ് ഈ കുഴന്തകളുടെ റിവ്യൂ. അതിനകത്ത് അവർക്ക് പറയാനുള്ള അവർക്ക് എന്തോ കണക്ട് ആയിട്ടുള്ളതെന്ന് കൃത്യമായിട്ട് പച്ചയായിട്ട് നമുക്കറിയാം. പിള്ള മനസ്സിൽ കള്ളവില്ല എന്ന് പറയുന്നത് പോലെ അവർക്ക് എന്താണ് കണക്ട് ആയെന്നൊക്കെ പറയും. അപ്പം പിന്നെ ഈ പിള്ളേരെ കൊണ്ടുപോകുമ്പോൾ ഞങ്ങളും കൂടെ വരുമ്പോഴത്തേന് 1000-1500 ടിക്കറ്റ് ആവും, ഞങ്ങൾ എന്തിനാണ് ഈ കൊള്ളാത്ത സിനിമ അങ്ങനെ പോയി കാണുന്നതെന്ന് ചോദിക്കുമല്ലോ. അങ്ങനെ ഉള്ളവർക്ക് വേണേൽ ഇതൊക്കെ ഒന്ന് കാണാടേ. ஃபைட் சீன் ரொம்ப நல்லா இருந்துச்சு மூவி. ஜாலியாக என்ஜாய் பண்ணலாம். இப்போ அதுவும் வெக்கேஷனுக்கு இப்போ நல்லா இருக்கும் பார்க்கறதுக்கு பசங்களுக்கு. അത്രേ ഉള്ളൂ. ആ ഒരു വെക്കേഷൻ ടൈം അവർക്ക് കൃത്യമായിട്ട് ആസ്വദിക്കാൻ പറ്റും. എൻ്റെ വീഡിയോ കണ്ടവർക്ക് അറിയാം, ഒരു അമ്യൂസ്മെന്റ് പാർക്കിൽ പോകുന്നവർക്ക് ഫാമിലി ആയിട്ട് വന്നിരുന്ന ഈ സിനിമ കാണാം. കാരണം പിള്ളേർ എൻജോയ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾ തീർച്ചയായിട്ടും എൻജോയ് ചെയ്യുമല്ലോ. ആ ഒരു രീതിയിൽ കാണാൻ പറ്റിയൊരു സാധനം തന്നെ. விஷுவலாக செம்மையாக இருந்தது. 3D எஃபெக்ட்லாம் சூப்பராக இருந்தது, நல்லா பண்ணியிருந்தாங்க. ஓகே, വേറെ ലെവൽ പൊളി. ഇത് മൊത്തം തമിഴ്നാട്ടിൽ മൊത്തം മലയാളികൾ കിടന്ന് നിരങ്ങുവാണല്ലോ. എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. തമിഴന്മാർ റിവ്യൂ ചെയ്യാൻ ആളില്ലാത്തതുകൊണ്ടാണോ അതോ തിയേറ്ററിൽ മലയാള സിനിമ കാണാനായിട്ട് തമിഴന്മാർ ഇല്ലാത്തത് കൊണ്ടാണോ? ആൾക്കൊന്നിന് എത്ര രൂപ, എങ്ങനെ തല വെച്ചാണോ, തല റേറ്റ് ആണോ, അതോ ഡസനായിട്ടാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഫസ്റ്റ് ഹാഫ് കുറച്ച് സ്ലോ ആണ്, പക്ഷേ സെക്കൻഡ് ഹാഫ് നല്ല ഫാസ്റ്റ് പേസ്ഡ് ആണ്. തിയേറ്ററിൽ മസ്റ്റ് വാച്ച് മൂവി. മാസ്, പക്കാ മാസ്. മാസാ ഏത് സിനിമയുടെ റിവ്യൂ പറയുന്നത്? മാസ് മൂവി തന്നെ. சூப்பர் மியூசிக் பக்கா. டைரக்ஷன் நல்லா இருக்கு. ஃபுல் ஃப்ளெஜ் தியேட்டர் மஸ்ட் வாட்ச். நல்லா இருந்தது, என்ஜாய் பண்ணோம் விஷுவலாக இருக்குங்களா? சார். விஷுவலாக நல்லா இருக்கு. ஸோ வி என்ஜாய். தேங்க்யூ. குழந்தைங்களுக்கு பிடிக்குமா? குழந்தைங்களுக்காக தான் வந்தோம். வி என்ஜாய். ആർക്കും ഒന്ന് കുഴந்தைകൾക്കാകതേ ബന്ധം. പക്ഷെ മലയാളികൾ അങ്ങനൊന്നും അല്ല കേട്ടോ ചേച്ചി. നമ്മൾ മലയാളികളെന്ന് വെച്ചാൽ 2 പിള്ളേർ അങ്ങോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ 2 രക്ഷകർത്താക്കൾ പോകണമല്ലോ. അപ്പോൾ രക്ഷകർത്താക്കൾ ടിക്കറ്റും കുഴந்தைകളുടെ ടിക്കറ്റും കൂടെ കൂട്ടി നോക്കിയിട്ട് അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേന് എത്ര കിട്ടുന്ന ആ ഒരു സംഖ്യ പ്ലസ് പോപ്കോൺ നോക്കുമ്പോഴത്തേന് റേറ്റ് 1000 റുപ്പീസ് പ്ലസ് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ആ സിനിമ കാണണ്ട. കാരണം പിള്ളേർ മാത്രം അങ്ങനെ എൻജോയ് ചെയ്തിട്ട് കാര്യമില്ല. ഞങ്ങൾ കൂടെ എൻജോയ് ചെയ്യുകയാണെങ്കിൽ മാത്രം കണ്ടാൽ മതി. പിള്ളേർ വീട്ടിൽ ഇരുന്ന് എൻജോയ് ചെയ്യട്ടെ, അല്ലെങ്കിൽ കാർട്ടൂൺ നെറ്റ്വർക്ക് കാണട്ടെ എന്നാണ് പറയുന്നത്. അതായത് പുതിയ പുതുമോളൊന്നും പിള്ളേർക്ക് വേണ്ട. പഴയ രീതിയിലുള്ള പഴയ കാർട്ടൂണുകളും ഡോറ പൂജിയും പാജിയും ഒക്കെ കണ്ടാൽ മതി എന്നായിരിക്കും നമ്മുടെ മലയാളികൾ കൂടുതലായിട്ടും ആഗ്രഹിക്കുന്നത്. കൊണ്ടുപോയി കാണിച്ചിട്ടുള്ളവരെ ഞാൻ കുറ്റം പറയത്തില്ല കേട്ടോ. പക്ഷേ ഇങ്ങനെയുള്ള ഒരുപാട് കമന്റുകൾ പല വീഡിയോസിലും ചിലപ്പോൾ ഈ വീഡിയോസിനടിയിലും വന്ന് പറയാം. 3D எஃபெக்ட்லாம் செம்மையாக இருந்தது. நல்லா என்ஜாய் பண்ணீங்களா? என்ஜாய் பண்ணேன். எந்த சீன் ரொம்ப பிடிச்சிருக்கு? எனக்கா அந்த சண்டை தான். എനിക്ക് പിള്ളേർക്കെല്ലാം നേരത്തെ ഒരു കൊച്ചിനോട് ചോദിച്ചപ്പോഴും ഫൈറ്റ് താ എനിക്ക് പിടിച്ചിருக்கு. ഇപ്പൊ പറയുന്നത് സണ്ടതാ. ഇവർക്ക് സൺഡേ ഫൈറ്റ് പിള്ളേരുടെ റേഞ്ചേ ഉള്ളൂ കേട്ടോ. ഈ പറഞ്ഞ പിള്ളേരുടെ സൈസൊക്കെ ഉള്ളൂ. ഇവന്മാർക്ക് അടി വെട്ടുമുത്തും തന്നെ അത് ഇഷ്ടം. ഇത്രയും വലിയ 3D സിനിമയായിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ഇടിയായിരുന്നു. അതിനകത്ത് റേഞ്ചൊക്കെ മാറി കണ്ടോ. പിള്ളേരുടെ റേഞ്ചും ആ ലെവൽ ഓഫ് തോട്ടൊക്കെ മാറി. അവർക്ക് ഇടിയാണ് ഇഷ്ടം. അതിനകത്ത് എന്തോരം നല്ല സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ആമ അതിനകത്ത് വെള്ളത്തിൽ കൂടെ എഴഞ്ഞു വരുന്നുണ്ടായിരുന്നോ, മീൻ ഇങ്ങനെ നീന്തി വരുന്നുണ്ടായിരുന്നോ, കഥ പറയുന്നുണ്ടായിരുന്നോ, പെണ്ണുതായിട്ട് വരുന്നുണ്ടായിരുന്നോ, അതിനകത്ത് വലിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നോ. അതായത് ഒരു പിള്ളേർക്ക് ഇഷ്ടപ്പെടാനായിട്ടുള്ള കുറച്ചധികം കാര്യങ്ങളുണ്ട്. അതെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അതൊന്നും പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടില്ല. സണ്ടതാ അതാണ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ബോറ് സണ്ട. എന്താ സണ്ടതാ അന്ത പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടത്. சூப்பரா இருந்துச்சு, எனக்கு ரொம்ப பிடிச்சிருந்துச்சு. അവൻ അത് നോക്ക്, അവൻ ചിരി നോക്ക്. അവൻ എത്ര എക്സൈറ്റ്മെന്റോട് കൂടി ഈ കാര്യം പറയുന്നു. അവൻ അത്ര ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും ഇത്ര അധികം സന്തോഷത്തോടു കൂടി വിവരിക്കുന്നത്. நல்லா இருக்கு. என்ஜாய் பண்ற மாதிரி இருக்குங்களா? நல்லா சூப்பரா இருக்கு. எல்லாரும் என்ஜாய் பண்றாங்க. நல்லா இருந்துச்சு. என்ஜாய் பண்ணீங்களா? என்ன பிடிச்சது படத்துல? எல்லாரும் பிடிச்சிருந்துச்சு. எப்படி இருந்தது? நல்லா இருந்தது. படம் நல்லா இருக்கு. சூப்பரா இருக்கு படம். ഇത്ര ഉള്ളു. ഇതാ ഞാൻ പറഞ്ഞത്. ഈ പറയുന്ന പിള്ളേർക്ക് ഇഷ്ടപ്പെടും ഈ സാധനം. പിള്ളേരെ കൊണ്ടിരുന്ന് നിങ്ങൾ പൈസ നോക്കാതെ പിള്ളേരെ കൊണ്ട് അങ്ങോട്ട് ഇരുത്തി നോക്കും. പിള്ളേരെ ആസ്വദിക്കും, ഇരുന്ന് ചിരിക്കും, കളിക്കും. കാരണം ഞാൻ ഇത് തിയേറ്ററിൽ ഫീൽ ചെയ്തതാണ്. ഞാൻ കുട്ടികളോട് ചോദിച്ചു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവരുടെ മുഖത്ത് സൂപ്പർ കിട്ടാ സൂപ്പർന്ന് ഈ ഒരു രീതിയിലൊക്കെ എക്സ്പ്രഷനൊക്കെ ഇട്ട് കാണിച്ചത്. അപ്പോൾ എനിക്ക് മനസ്സിലായി പിള്ളേർക്ക് കണക്ട് ആവുന്ന സാധനം. അത് തന്നെ ഇതാരും പറയിപ്പിക്കുന്ന കാര്യമൊന്നുമില്ല. ഇത് ഇങ്ങനെയുള്ളത് തന്നെ. പക്ഷേ ഈ മലയാളികൾ തമിഴ്നാട്ടിൽ പോയി കിടന്നിട്ട് സൂപ്പർ സിനിമ എന്ന് പറയുമ്പോഴത്തേക്കിന് അത് വെറും ലോ ലെവൽ ഓഫ് ഡീഗ്രേഡിങ് ആയിട്ട് എനിക്ക് അതിനെ കാണാൻ സാധിക്കത്തുള്ളൂ. അപ്പം തമിഴ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അവരുടെ വേ ഓഫ് തോട്ട് പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത തോട്ടിലേക്ക് അതിന് പോയിക്കൊണ്ടിരിക്കുന്നത്.